ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച്, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മനുഷ്യരായി തീരാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന് ശേഷം ജീവിതത്തെ സ്ഫുടം ചെയ്തുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഖേദിച്ചു മടങ്ങി സംശുദ്ധമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയുമൊക്കെ ഉടമകളായി മാറിയിട്ടുള്ള നാം, മാറി എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നാം ഇനി ഒരിക്കലും മുൻകാല ജീവിതങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങളിലേക്കോ തെറ്റുകളിലേക്കോ തിരിച്ചു പോവുകയില്ല എന്ന, അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയില്ല എന്ന
ശക്തമായ ഭദ്രമായ ഉറപ്പോടുകൂടി ജീവിതം മുമ്പോട്ട് നയിക്കാൻ കടപ്പെട്ടവരാണ്. ഇതിന് നാം അതിശക്തമായ രൂപത്തിൽ നമ്മുടെ നഫ്സിനോട്, നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ശരീരങ്ങളോട്, ശരീരത്തിന് വേണ്ടി മനസ്സാഗ്രഹിക്കുന്ന കാര്യങ്ങളോട് ശക്തമായ യുദ്ധം നടത്തേണ്ടി വരും. ശത്രുപക്ഷത്തോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ഘനപ്പെട്ട അതിശക്തമായ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്ഫുടം ചെയ്തെടുത്ത നമ്മുടെ മനസ്സിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഞാൻ ആമുഖമായി കേൾപ്പിച്ചത്. ആ പ്രാർത്ഥനയിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട കാര്യം, ആ പ്രാർത്ഥന നാം എല്ലാവരും പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ അതേ ആശയം വരുന്ന പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താണ് ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം? ഞങ്ങളുടെ നാഥ, ലാ തുസിഅ ഖുലൂബന, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തിനെ മാറ്റരുതേ, മാറ്റിമറിക്കരുതേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് നീ സന്മാർഗം, ഹിദായത്ത്, നേരായ മാർഗം നൽകിയ ശേഷം, അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ശേഷം ഞങ്ങളുടെ മനസ്സിനെ നീ മാറ്റിമറിക്കരുതേ. റബ്ബനാ ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ കാരുണ്യം നൽകണമേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീയാണല്ലോ നന്നായി നൽകുന്നവൻ. ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ ഖൽബ്, മനസ്സ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് മറയാൻ സാധ്യതയുള്ള ഒന്നാണ്, മാറാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു? നമുക്കറിയാം, ഇന്നാ അർസൽനാക വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിരുന്നു അദ്ദേഹം, നമുക്കുള്ള മാർഗദർശിയായിരുന്നു അദ്ദേഹം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ച മാതൃകാ പുരുഷനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യോഗ്യനാണ് നബി തിരുമേനി, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ആർക്കും എവിടെയെങ്കിലും ആക്ഷേപമോ ഒരു പാളിച്ചയോ ന്യൂനതയോ എടുത്തു കാണിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാര സമയങ്ങളിലെ പ്രാർത്ഥനയായിരുന്നു, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലയോ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അഥവാ അല്ലാഹുവേ, എന്റെ ഖൽബിനെ, എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചിരുന്നത് ഞാനോ നിങ്ങളോ അല്ല. സ്ഫുടം ചെയ്ത മനസ്സിന്റെ ഉടമയായി വിശുദ്ധ റമളാനിൽ നിന്ന് പുറത്തു വന്ന് പിറ്റേ ദിവസം തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയ ഞാനോ നിങ്ങളോ അല്ല. മറിച്ച് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത
മുസ്ലിം സമുദായത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആനിലെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച പ്രാർത്ഥനയിൽ നിന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ നിന്നും ഒരു കാര്യം നാം ഗ്രഹിക്കുക: നമ്മുടെ മനസ്സുകൾ പതറാൻ സാധ്യതയുണ്ട്, നമ്മുടെ മനസ്സുകൾ മാറാൻ സാധ്യതയുണ്ട്, നമ്മുടെ മനസ്സുകൾക്ക് ഇളക്കം വരാൻ സാധ്യതയുണ്ട്. ഈ സത്യം നാം എല്ലാവരും ഉൾക്കൊള്ളുക. എത്ര ശക്തിയുള്ള വിശ്വാസത്തിന്റെ ഉടമയായിരുന്നാലും, എത്ര കരുത്തുണ്ട് എനിക്ക് എന്ന് സ്വയം തോന്നിയിരുന്നാലും, നാം മനസ്സിലാക്കുക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രാർത്ഥനയാണ് അത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നാം ചില കാര്യങ്ങൾ ഈ മനസ്സിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ, ഈ മനസ്സ് മാറി മറിയാതെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ചില കാര്യങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉപദേശിച്ചു തന്നത് നാം ഗ്രഹിച്ചേ പറ്റൂ. അഥവാ മുൻകഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അഅമാലുൽ ഖുലൂബ്, മനസ്സുകൾക്കുണ്ടായിരിക്കേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന 5-8 കാര്യങ്ങളുണ്ട്. അവ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് നാം പതറിപ്പോകുന്നതെന്ന് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ പകിട്ടൊന്ന് കാണുമ്പോൾ, ദുനിയാവിന്റെ പുതുമ കാണുമ്പോൾ, ജീവിതത്തിലെ ഒരു സുഖമോ അന്തസ്സോ കാണുമ്പോൾ, മറ്റുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആഡംബരങ്ങൾ കാണുമ്പോൾ, അവ തെറ്റാണെന്നറിഞ്ഞിട്ടും എനിക്കനുയോജ്യമല്ലെന്നറിഞ്ഞിട്ടും എന്റെ ധാർമ്മിക ജീവിതത്തിനത് അബദ്ധമാകുന്നു, ശരിയല്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് നാം അതിലേക്ക് പോകുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടില്ല. മറ്റു പലതിൽ നിന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. മാരകമായ പകർച്ചവ്യാധി വന്ന ഒരു പ്രദേശത്തേക്ക് നമ്മളാരും യാത്ര ചെയ്യുകയില്ല. ആ യാത്ര ചെയ്യുന്നവനെ കുറിച്ച് നാം പറയും അവൻ വിഡ്ഢിയാണ്. കാരണം ആ പകർച്ചവ്യാധിയുള്ള നാട്ടിലേക്ക് പോയാൽ അത് പകരാൻ സാധ്യതയുണ്ട്. ചിന്തിച്ചു നോക്കൂ, മനസ്സിനെ ബാധിക്കുന്ന മാരകമായ പകർച്ചവ്യാധികൾ വ്യാപിച്ച പ്രദേശങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സും കണ്ണും നട്ടുകൊണ്ടിരിക്കുന്നതെന്ന് സത്യമല്ല അല്ലേ? എന്റെ മനസ്സിനെ, എന്റെ വിശ്വാസത്തെ ഞാൻ സ്ഫുടം ചെയ്തെടുത്ത, തൗബ ചെയ്തെടുത്ത എന്റെ മനസ്സിനെ നശിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളുള്ള പ്രദേശമാകുന്നു, വസ്തുതയാകുന്നു, കാര്യമാകുന്നു ഇത് എന്നറിഞ്ഞിട്ട് പോലും അവയ്ക്ക് മുമ്പിൽ ഏറ്റിക്കാത്തിരിക്കുന്ന, ഭജനമിരിക്കുന്ന അത്തരം കാര്യങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ, ചോരനീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തു വാങ്ങുന്ന മനുഷ്യൻ, ചിന്തിച്ചു നോക്കൂ, അവൻ എന്തുമാത്രം വിഡ്ഢിയാണ്. ഈ പകർച്ചവ്യാധിയുള്ള പ്രദേശത്തേക്ക് പോയ മനുഷ്യനേക്കാൾ വിഡ്ഢിയല്ലേ? പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തെ ഒരാഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടുകയില്ലെന്ന് നമുക്കറിയാം. എന്റെ ഭാര്യ എന്റെ കൂടെയില്ല, എനിക്കെന്റെ ഭാര്യയെ കാണണം, അവളുടെ കൂടെ ജീവിക്കണം, അവളുമായൊന്ന് രമിക്കണമെന്ന എന്റെ മനസ്സിൽ അഗാധമായ ഉത്കടമായ ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കൂല, കാരണം അവൾ എന്റെ കൂടെയില്ല. അല്ലേ? ഇതല്ലേ ഇവിടുത്തെ ജീവിതം? എനിക്കത് നടക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ഞാൻ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ എന്റെ സഹോദരാവെന്ന് ചിന്തിച്ചു നോക്ക്, പടച്ച റബ്ബ് നമുക്കൊരു ലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നു. ആ ലോകത്തിന്റെ പ്രത്യേകത, അവിടെയെങ്ങാനും എനിക്ക് ചെന്നെത്താനുള്ള തൗഫീഖ് റബ്ബുൽ ഇസ്സത്ത് നൽകിയാൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് അവിടെ വെച്ച് കിട്ടും. ആഗ്രഹിക്കുമ്പോഴേക്ക് കിട്ടും. അല്ലേ? ഇതൊരു സത്യമല്ലേ? പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ ഈ വ്യാമോഹങ്ങൾ മാത്രമുള്ള ഈ ലോകത്തിന്റെ പകിട്ട് കണ്ട് ഒരിക്കലും സത്യമല്ലെന്ന് നമുക്കുറപ്പുള്ള ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ
കണ്ട് നമുക്ക് ആഗ്രഹിക്കുമ്പോഴേക്ക് കിട്ടാവുന്ന ഒരു യാഥാർത്ഥ്യ ലോകത്തെ സത്യങ്ങളെ വിസ്മരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ അഅ്മാലുൽ ഖുലൂബ് എന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. അത് സൂഫിയാക്കളുടെ മാത്രം പ്രവർത്തനമാണ് എന്ന് നാം ധരിച്ചു പോകരുത്. ഏതെങ്കിലും പ്രത്യേകമായ ത്വരീഖത്തിന്റെ ആളുകൾ മാത്രം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവയാണ് എന്ന് നാം ധരിച്ചു പോകരുത്. സൂഫിയാക്കൾ പഠിപ്പിച്ചതുകൊണ്ടോ ത്വരീഖത്തിന്റെ ശൈഖുമാർ പഠിപ്പിച്ചതുകൊണ്ടോ അവ നമുക്ക് നമ്മുടേതല്ലാതായി മാറുന്നില്ല. ഇവ നാം പഠിച്ചേ തീരൂ. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സദാത്ത് സ്ഥൈര്യം കിട്ടൂ, പിടിച്ചു നിൽക്കാൻ സാധിക്കൂ, നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാതിരിക്കൂ. പലപ്പോഴും പലർക്കുമുള്ള ആക്ഷേപമാണ് അത്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ നമസ്കരിച്ചപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് ദീർഘമായി നിന്ന് ഖിയാമുൽ ലൈൽ നമസ്കരിച്ചപ്പോൾ ഇമാം പാരായണം ചെയ്ത ഖുർആനിലെ ചില വരികൾ കേട്ട് നമ്മുടെ രോമം എടുത്തു പിടിച്ചപ്പോൾ, നമ്മുടെ മനസ്സ് പതറിയപ്പോൾ, അതിനുശേഷം റുക്കൂഇലേക്കും സുജൂദിലേക്കും പോയി ആ സുജൂദിൽ കിടന്ന് എന്റെ മനസ്സിന്റെ വേദന, എന്റെ മനസ്സിന്റെ പ്രയാസം, എന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ പടച്ച റബ്ബിനോട് മനസ്സിന്റെ ഭാഷയിൽ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരാനന്ദമുണ്ടായിരുന്നല്ലോ. അത് നശിക്കാൻ നാം അനുവദിക്കരുത്. അത് നശിച്ചു പോകാൻ നാം അനുവദിക്കരുത്. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സൽക്കർമ്മം ചെയ്തപ്പോൾ, നമസ്കരിച്ചപ്പോൾ, സകാത്ത് നൽകിയപ്പോൾ, സദഖ കൊടുത്തപ്പോൾ, ആരാരുമറിയാതെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാസം കണ്ണുനീര് തുടച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആനന്ദം, സഹോദര, അത് നഷ്ടപ്പെടാതെ ആ ആനന്ദം പിടിച്ചു നിർത്താൻ നിനക്ക് സാധിക്കണമെങ്കിൽ ഞാനിനി പറയുന്ന 5-8 കാര്യങ്ങൾ നിങ്ങൾ അഗാധമായി വിശാലമായി പഠിക്കുക. അതാണ് അതിനാവശ്യമായ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനമായ കാര്യങ്ങൾ വഴിക്ക് വഴിയായി ഞാൻ എണ്ണി പറയട്ടെ. ഒന്നാമത്തേത് അൽ ഇഖ്ലാസ്. 2, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ, മലയാളത്തിൽ അർത്ഥം പറയേണ്ടതില്ലല്ലോ. രണ്ടാമത്തേത് അത്തവക്കുൽ, ഭരമേൽപ്പിക്കൽ. മൂന്നാമത്തേത് അർറജാ, അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. 4 അൽ ഖൗഫ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. 5 അശ്ശുക്ർ, അല്ലാഹുവിനോടുള്ള നന്ദി. 6 അർറിളാ, റബ്ബിനെ കുറിച്ചുള്ള സംതൃപ്തി. 7 അസ്സബർ, റബ്ബിന്റെ മാർഗത്തിലുള്ള ക്ഷമ, സഹനം. 8 അൽ മുഹാസബ, സ്വയം വിചാരണ നടത്തൽ. 9 അത്തഫക്കുർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത. 10 അൽ മഹബ്ബ, സ്നേഹം, അല്ലാഹുവിനെയും അല്ലാഹു സ്നേഹിക്കാൻ പറഞ്ഞവയെയും സ്നേഹിക്കൽ. 11 അത്തഖ്വ, ഇതിന്റെ എല്ലാം റിസൾട്ടായി, ഔട്ട്പുട്ടായി നമുക്ക് കിട്ടേണ്ട തഖ്വ എന്ന ഗുണം. അവസാനം 12ാമത്തേതായി മനസ്സിലാക്കുക അൽ വറ, അഥവാ തഖ്വയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഈ 12 കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളെ, ഈ 12 കാര്യങ്ങളൊന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഈ 12 കാര്യങ്ങൾ മനസ്സിലാക്കി അവ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ നാം തുനിഞ്ഞാൽ, തീർച്ചയാണ് സഹോദരങ്ങളെ, നാം റമദാനിൽ ഉണ്ടാക്കി തീർത്ത, റമദാനിൽ അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്ത ആ ഒരു ആനന്ദവും അനുഭൂതിയും ഈമാനിക ശക്തിയും ഒക്കെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം നിരന്തരമായി നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുക. ഒന്നാമത്തേത് അൽ ഇഖ്ലാസ്. ധാരാളമായി നാം വിശദീകരിച്ചതാണ്. ഒരുപാട് വേളകളിൽ ഇവിടെ വെച്ചുമല്ലാത്ത സ്ഥലത്തുമൊക്കെ വെച്ച് നാം വിശദീകരിച്ചതാണ്. എന്നാലും ഈ അഅ്മാലുൽ ഖുലൂബിന്റെ ഈ പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കട്ടെ.
എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അഖ്ലസ, ഖലസ, യഖ്ലുസു എന്നതിൽ നിന്നാണ് ആ പദമുണ്ടായത്. മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഹലീബുൻ ഖാലിസ് എന്ന അറബികൾ പറയും. തനിച്ച പാൽ, വെള്ളം ചേർക്കാത്ത പാൽ. ഇത് തന്നെയാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇഖ്ലാസ്, വെള്ളം ചേർക്കാത്ത ഒന്ന്, മായം ചേർക്കാത്ത ഒന്ന്, അതാണ് ഇഖ്ലാസ് എന്നതിന്റെ ഭാഷാർത്ഥം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഅ്മാലുൽ ഖുലൂബ്. മനസ്സ് പിടിച്ചു നിൽക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട, മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഏറ്റവും ഒന്നാമത്തെ പ്രവർത്തനം അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. ഏറ്റവും ഉന്നതമായതും അത് തന്നെയാണ്. ഏറ്റവും അടിത്തറയും അടിസ്ഥാനവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞിടത്ത് അതുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീന, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ മാത്രമേ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇബാദത്തുകളുടെ, അമലുസ്സാലിഹാത്തുകളുടെ കഴമ്പാണ്. അതാണ് അതിന്റെ കഴമ്പ്, അതാണ് അതിന്റെ ആത്മാവ്. ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, അന്നിയ്യതു സിർറുൽ ഉബൂദിയ്യ വഹിയ മിനൽ അഅമാലി ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. നിയ്യത്ത് എന്ന് പറയുന്നത് ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടിയുള്ള നിയ്യത്ത്, അതാണ് സിർറുൽ ഉബൂദിയ്യ, ഉബൂദിയ്യത്തിന്റെ രഹസ്യം. എല്ലാത്തരം ഇബാദത്തുകളുടെയും രഹസ്യം അതാണ്. വഹിയ മിനൽ അഅമാലി ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. ഈ ഇഖ്ലാസോടുകൂടിയുള്ള നിയ്യത്തുണ്ടല്ലോ, അത് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ്. ആത്മാവില്ലെങ്കിൽ ശരീരം ജീവനില്ലാത്തതായിത്തീരും. റൂഹില്ലാത്ത ജസദ് പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്ത അമല് എന്നർത്ഥം. അഥവാ ഇഖ്ലാസില്ലാത്ത പ്രവർത്തനം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അപ്പോൾ നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഇതില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ടാണ് അതാണ് ഏറ്റവും ഒന്നാമത്തേത് എന്ന് പറഞ്ഞത്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് നിർവചനങ്ങളും വിശദീകരണങ്ങളും പണ്ഡിതന്മാർ അവക്ക് നൽകിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ഹുവ ഇഫ്റാദുൽ ഹഖ് സുബ്ഹാനഹു ബിൽ ഖസ്ദി ഫി ത്വാഅ അൻ തഖ്സുദഹു വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഉദ്ദേശിക്കൽ, ഫി ത്വാഅതി, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, അമലുസ്സാലിഹാത്തുകളുടെ വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിക്കൽ. അൻ തഖ്സുദഹു വഹ്ദഹു ലാ ശരീക ലഹു, മറ്റാർക്കും പങ്കില്ലാത്ത വിധം എന്റെ ഈ നമസ്കാരം, എന്റെ ഈ തവാഫ്, എന്റെ ഈ ഉംറ, എന്റെ ഈ ഹജ്ജ്, എന്റെ ഈ സകാത്ത്, എന്റെ ഈ സദഖ, എന്റെ ഈ പുഞ്ചിരി, അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക, മറ്റൊന്നിനു വേണ്ടിയുമാകാതിരിക്കുക. അതാണ് അതിന്റെ ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തസ്ഫിയത്തുൽ അമലി അൻ മുലാഹളത്തിൽ മഖ്ലൂഖീൻ. മഖ്ലൂഖീങ്ങൾ, സഹജീവികൾ കാണുമെന്ന കാരണത്താൽ പ്രവർത്തനം നന്നാക്കുന്നതിൽ നിന്ന് പ്രവർത്തനം ശുദ്ധമാവുക. ആരെങ്കിലും കാണും വിചാരിച്ച് നിസ്കാരം ഒന്ന് നന്നാവുക, ആരെങ്കിലും കാണുമെന്ന് കരുതി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതൊന്ന് മനോഹരമാക്കുക, അങ്ങനെയുള്ള ഒരവസ്ഥ ഇല്ലാതിരിക്കുക. പ്രവർത്തനങ്ങളെ ഈ രൂപത്തിലുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ശുദ്ധീകരിക്കുക, അതാണ് ഇഖ്ലാസ്. അതാണ് ഇഖ്ലാസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പഠിപ്പിച്ചു, സൂറത്തു സുമറിലെ 14-ാമത്തെ വചനം, ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. പറയൂ, അല്ലാഹു കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പരിപൂർണമായ ഇഖ്ലാസില്ലാത്ത ഇബാദത്ത്, പരിപൂർണമായ ഇഖ്ലാസില്ലാത്ത അമലുസ്സാലിഹാത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നാം മറന്നു പോകരുത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക. നമ്മൾ അതുകൊണ്ടാണ് അതിങ്ങനെ പറയുന്നത്. വജ്ജഹ്തു അങ്ങനെയാണല്ലോ തുടങ്ങുന്ന നിസ്കാരം. ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ്? മാത്രമാകാനാ. മറ്റു ചിന്തകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
പലപ്പോഴും മനുഷ്യനെ പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്ത് നമസ്കാരത്തിന്റെ രഹസ്യം പറയുന്നിടത്ത് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എന്തിനാ ഈ നിസ്കാരത്തിന്റെ മുമ്പും പിമ്പും ഒക്കെ കുറെ സുന്നത്ത് നിസ്കാരം നിങ്ങൾക്ക് മനസ്സിലായത്? നിസ്കാരം ആകെ മനുഷ്യനുള്ള കംപ്ലൈന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നാൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അല്ലെ? നിസ്കാരത്തിലേക്ക് കൈവച്ചാൽ എല്ലാം ഓർമ്മ വരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മള് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധം മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള പ്രക്രിയകളുടെ ഭാഗമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ബാങ്ക് കേട്ടാൽ ആ പണികളൊക്കെ ഒന്ന് നിർത്തണം, മറ്റു പണികളൊക്കെ നിർത്തിയിട്ട് ഇതിനു വേണ്ടി ഒരു ഒരുക്കം വേണം. ഒരൊറ്റ എടുത്തുചാട്ടമല്ല, മുസല്ലയിലേക്ക് ഒരു എടുത്തുചാട്ടം, എന്നിട്ട് 2-3 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു പോവുകയല്ല. മറിച്ച് നമുക്കറിയാം, ജീവിതവുമായി മല്ലടിക്കുന്നവരാണ് നാം, ജീവിതത്തിലെ പ്രവർത്തനങ്ങളുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന നാം. ഭൗതികമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ കീഴ്പ്പെടുത്തലിൽ നിന്നൊരു ചെറിയ സെക്കൻഡ്, ഒരു മോചനം, അങ്ങനെയല്ലേ? ഒന്ന് ഫ്രഷായിട്ട് അള്ളാന്റെ മുമ്പേക്ക് പോവുക, അങ്ങനെയാണല്ലോ വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു എക്സസൈസ് ചെയ്യാൻ പോകുന്ന ഒരുത്തൻ അവൻ ആ നേരെ എക്സസൈസിലേക്ക് പോവുകയല്ലല്ലോ, ഒന്ന് വാം അപ്പ് അല്ലേ? അതന്നെയാണ്. എന്തിനാണ് ഈ വാം അപ്പ്? അതാ എക്സസൈസിൽ കോൺസെൻട്രേഷൻ കിട്ടാന. സെയിം അത് തന്നെ നാം ചിന്തിക്കണം. സഹോദരങ്ങളെ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മനുഷ്യന്റെ മനസ്സിനെ പഠിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹം വളരെ മനോഹരമായ കാര്യം പറഞ്ഞു തരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി മാത്രമാകണമെങ്കിൽ നാം ഈ ഒച്ചപ്പാടുകളിൽ നിന്നും ബഹളങ്ങൾ, എന്തിനാ പള്ളി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ പള്ളി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭൂമി മുഴുവൻ മസ്ജിദ് എന്ന തഹൂറ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക്, ഏത് മൂലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ? മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് ഈ എമിറേറ്റ്സ് റോഡിലൂടെ ഒന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് കാണാം പാകിസ്ഥാനികളായ മനുഷ്യന്മാര് ബസ് നിർത്തി ആ റോഡിന്റെ സൈഡിലിരുന്ന് നമസ്കരിക്കുന്നതായിരിക്കും. ആലോചിക്കാൻ പറ്റുമോ നമുക്കത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. പക്ഷേ എന്തിനാ പിന്നെ പള്ളി എന്തിനാ? പള്ളി ഈ തരത്തിലുള്ള എല്ലാവിധ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി ഒരു പ്രത്യേകമായ സ്ഥലത്ത് ചെന്ന് ഇബാദത്ത് നടത്താൻ വേണ്ടി, മനുഷ്യന്റെ മുഴുവൻ ചിന്തയും അവയിലേക്കായി തീരാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് പള്ളി. അതിനുവേണ്ടിയാണ്. ആ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, നഷ്ടപ്പെട്ടു പോകരുത്, ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകരുത്, അമലുസ്സാലിഹാത്തുകൾ നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ ഇഖ്ലാസ് ഉണ്ടാകണം. ഇതൊരു പരീക്ഷണമാണെന്ന് അല്ലാഹു പഠിപ്പിച്ചത്. ഇതൊരു തരം പരീക്ഷണമാണ്. റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രവർത്തനത്തിന്റെ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അഖ്ലസഹു വസ്വബു, ഏതാണ് ഏറ്റവും ഇഖ്ലാസുള്ള പ്രവർത്തനം, ഏതാണ് ഏറ്റവും ശരിയായ പ്രവർത്തനം? അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ ലം യഖ്ബൽ. പ്രവർത്തനങ്ങൾ ശരിയാണ് എന്ന് വെക്കുക, പക്ഷേ അത് ഇഖ്ലാസോടുകൂടിയുള്ളതല്ലെങ്കിൽ ലം യഖ്ബൽ, സ്വീകരിക്കുകയില്ല. നമ്മളെല്ലാ ഷർത്തും ഫർദും ഒപ്പിച്ച് നിസ്കരിച്ചു നിൽക്കുക. ഉദാഹരണം, എല്ലാ ഷർത്തും ഫർദും അത് നമ്മൾ വളരെ കണിശമായിട്ട് ശ്രദ്ധിക്കുമല്ലോ, വളരെ കണിശമായി ശ്രദ്ധിക്കും. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും സുന്നത്തും ഒക്കെ ഒപ്പിക്കും. പക്ഷേ ഏറ്റവും പരമപ്രധാനമായ ഇഖ്ലാസ് എന്ന ഷർത്ത് അതിൽ നിന്ന് വീണുപോയാൽ ലം യഖ്ബൽ, അത് സ്വീകരിക്കുന്നില്ല, അല്ലാഹു സ്വീകരിക്കൂല. നേരെ തിരിച്ചും വഇല്ലം യകുൻ ഖാലിസൻ വകാന സവാബൻ ലം യഖ്ബൽ, ഇഖ്ലാസ് ഇല്ല, സവാബാണ് അല്ലെങ്കിൽ സവാബില്ല. നേരെ തിരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല, പക്ഷെ നല്ല ഇഖ്ലാസ് ഉണ്ട്, സ്വീകരിക്കൂല. ചില ആളുകളുടെ ബഖരി കാണുമ്പോൾ നമ്മൾക്ക് അന്തം വിട്ടു പോകാറുണ്ട്. തെറ്റിലും കുറ്റങ്ങളിലുമൊക്കെ ബഖരി, വല്ലാത്ത ബഖരി. റസൂലുള്ളാഹി കൽപ്പിക്കാത്ത കാര്യത്തിൽ ഇഖ്ലാസ്, ശക്തമായ ഭക്തി സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഹത്താ യകൂന ഖാലിസൻ വസവാബ,
പ്രവർത്തനം ഇഖ്ലാസോടുകൂടിയായിരിക്കണം. അതേപോലെ തന്നെ സവാബ് ശരിയായിരിക്കുകയും വേണം. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? വൽ ഖാലിസു അൻ യകൂന ലില്ലാഹ്. ഇവിടെയുള്ള ഖാലിസ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. സവാബ് എന്ന് പറഞ്ഞാൽ വസ്സവാബു അൻ യകൂന മുവാഫിഖൻ ലിസ്സുന്ന, സുന്നത്തിനോട് യോജിച്ചതായിരിക്കുക. ഇത് രണ്ടുമില്ലെങ്കിൽ സ്വീകരിക്കുകയില്ല. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഓതി ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക്. ഏതാ ശിർക്ക് എന്നറിയോ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അതുകൊണ്ട് തന്റെ നാഥനെ കാണേണ്ടി വരുമെന്ന് ആരെങ്കിലും പൂതിയുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹൻ, അവൻ നല്ല പ്രവർത്തനം ചെയ്തു കൊള്ളട്ടെ. നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സുന്നത്തിനോട് യോജിച്ചത്. എന്നിട്ട് പറയുന്ന വാചകം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിനെ ചെയ്യുന്ന ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ ശിർക്കേതാ? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യലല്ല. അവിടുത്തെ ശിർക്കേതാ? അല്ലാഹു അല്ലാത്തവരെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചേർക്കൽ, വേറെ ആർക്കെങ്കിലും വേണ്ടി നമസ്കരിക്കൽ, വേറെന്തെങ്കിലും ആഗ്രഹം, പൂതി അല്ലെങ്കിൽ അവസ്ഥ ആ സന്ദർഭത്തിൽ ഉണ്ടാകൽ. സഹോദരന്മാരെ, ഇതിനെ സൂക്ഷിക്കുക. അല്ലാഹു തആല പഠിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും. ഒരു പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് ഭൗതിക ജീവിതവും അതിലെ സുഖങ്ങളും ആഡംബരങ്ങളുമാണെങ്കിൽ നിസ്സംശയം നുവഫി, നാം അതവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. ഒരു സംശയമില്ല. നിങ്ങളുടെ നിയ്യത്ത് അത് ചെയ്യുമ്പോൾ അതാണെങ്കിൽ തീർച്ചയായും പൂർത്തിയാക്കി കൊടുക്കും. പക്ഷേ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങൾ ദുനിയാവിന് വേണ്ടി ഒരു അമൽ സാലിഹത്ത് ചെയ്താൽ, ഒരു ഇബാദത്ത് ചെയ്താൽ, ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, പരലോകത്തിൽ നിങ്ങൾക്കൊന്നും ഉണ്ടാവുകയില്ല നരകമല്ലാതെ. ഒരുപാട് വചനങ്ങളിൽ അല്ലാഹു ഇക്കാര്യം പഠിപ്പിച്ചു. മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ഒരാൾ ആജിലത്ത്, പെട്ടെന്ന് നശിക്കുന്ന ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളാണ് ഒരാളുടെ ആഗ്രഹമെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, ഒരു സംശയമില്ല, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അത് പെട്ടെന്ന് നൽകും. എന്നാൽ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നീട് അതിന്റെ തിക്തഫലം എന്ന നിലക്ക് അവൻ അനുഭവിക്കേണ്ടി വരിക ആക്ഷേപാർഹമായ, ആട്ടപ്പെട്ട സങ്കേതമായ നരകമായിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മൻ കാന യുരീദു ഹർസദ് ദുനിയാ നുതിഹി മിൻഹാ, സൽക്കർമ്മങ്ങളുടെ പേരിൽ നാടാകെ ഓടി നടക്കുന്നവർ മനസ്സിലാക്കണം. മൻ കാന യുരീദു ഹർസദ് ദുനിയാ നുതി മിൻഹാ, അതുകൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും വിഭവങ്ങൾ നേടുകയാണെങ്കിൽ നുതിഹി മിൻഹാ, അത് കിട്ടും. എന്നാൽ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ഈ സൽക്കർമ്മങ്ങളിൽ വല്ലമായവും ചേർന്നാൽ പരലോകത്തവന് യാതൊരു നസീബും ബാക്കിയുണ്ടാവുകയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അത് പഠിപ്പിച്ചു. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയായിരിക്കണം? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം, പ്രീതിക്ക് വേണ്ടി മാത്രം, റബ്ബിന്റെ മുഖം കാണേണ്ടി വരുമെന്നത് കാരണത്താൽ മാത്രമാണ് ഞാനൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് എന്ന ചിന്ത ഒരു സദഖ ചെയ്താൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അലയടിക്കണം. അത് മാത്രമായിരിക്കണം. അതാണ് ശരി. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദര, ഈ ഇഖ്ലാസാണ് നമ്മെ നേർക്ക് നിർത്തുന്ന ഒന്നാമത്തെ കാര്യം. ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എണ്ണി തന്നെ നാം പറയുക. ഒന്നാമത്, പരലോക ജീവിതത്തിൽ രക്ഷ കിട്ടണമെങ്കിൽ ഇത് വേണം. അത് മനസ്സിലായല്ലോ ഇപ്പൊ നിങ്ങൾക്ക്? ഇത് വേണം. ഇതില്ലെങ്കിൽ പറഞ്ഞല്ലോ പരലോകത്ത് അവസ്ഥ മോശമായിരിക്കും, നരകമായിരിക്കുമെന്ന്. രണ്ടാമത്തേത്, ഇജ്തിമാഉൽ ഖൽബി ഫി ദുനിയാ വസവാലുൽ ഹമ്മി ലാ യകൂനു ഇല്ലാ ബിഹി. ചില ആളുകളുടെ ഒക്കെ ധാരണ ഭൗതിക ജീവിതം, ഈ ജീവിതത്തിലെ സുഖങ്ങളും ഈ ജീവിതത്തിലെ വസ്തുതകളും മാത്രം മനസ്സിൽ കണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എനിക്കത് ലഭിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ ധാരണ. അത് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചെങ്കിൽ എനിക്കത് കിട്ടുന്ന. എന്നാൽ അല്ല സഹോദര, നാം മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം: മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു മൻ കാനത്തിൽ ആഖിറ ഹമ്മുഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി.
പരലോകമാണ് ഒരാളുടെ ജീവിതത്തിലെ ഹമ്മ് എങ്കിൽ, ഹമ്മ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിചാരം, ഏറ്റവും വലിയ വിചാരം, എന്ത് കാര്യം ചെയ്യുമ്പോഴും പഠിച്ചോനെ എന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു അമലായിരിക്കരുതേ, എന്റെ പരലോകത്തിൽ എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ആ പ്രവർത്തനമായിരിക്കണേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും. അങ്ങനെ ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഹമ്മുണ്ടായാൽ അല്ലാഹു അവന്റെ മനസ്സിൽ അവന് ധന്യത നൽകും. നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ധന്യത, ഒരു സുഖം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കിക്കൂട്ടലുകൾ, ഒരുമിച്ച് കൂട്ടലുകൾ അല്ലാഹു അവന് നൽകും. അവനിഷ്ടമല്ലെങ്കിൽ പോലും അവന്റെ ജീവിതത്തിലുള്ള ഭൗതികമായ ഓരോന്നും വന്നുകൊണ്ടിരിക്കും. അവൻ വിചാരിച്ചിട്ടില്ലെങ്കിലും അവൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും വരും. അതാണ് ആഖിറത്തിന്റെ, ആഖിറത്ത് ഹമ്മായാലുള്ള ഗുണം. നേരെ തിരിച്ചും റസൂലുള്ളാഹി പറയുന്നു, വമൻ കാനത്തി ദുനിയാ ഹമ്മുഹു, ഒരാളുടെ ഹമ്മ് ദുനിയാവായാലോ, ഒരാളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും ദുനിയാവായാൽ അപ്പൊ എന്താ സംഭവിക്കുക അല്ലേ? എന്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ഹമ്മുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും മനോഹരമായി മധുരമായി ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞയക്കണം സന്തോഷത്തോടുകൂടി. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനിയാണ് ഞാൻ, അങ്ങനെയാണ് പറയാറുള്ളത്. ഇങ്ങനെ ഭൗതികമായ ജീവിതത്തിന്റെ ഹമ്മുമായി നാം നടന്നാൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, റസൂലുള്ള പഠിപ്പിക്കുക, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, ദാരിദ്ര്യം അവന്റെ കണ്ണിന്റെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല, ഈ പ്രശ്നം പരിഹരിക്കണേയില്ല. എന്ത് തരം ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, എന്റെ ദുനിയാവ് ഹമ്മായി ഭൗതിക ജീവിതവും അതിലെ സുഖങ്ങളും ആഡംബരങ്ങളും ലക്ഷ്യമായി ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കാൻ ഒരുമ്പെട്ടാൽ തീരാത്ത ആവശ്യങ്ങളുടെ പട്ടിക അവന്റെ മുമ്പിൽ ഉണ്ടാകും. തീരൂല. അങ്ങനെ കണ്ടില്ല, ചില ആളുകൾക്കൊന്നും എത്ര കിട്ടിയിട്ടും മതിയാണ്, എത്ര കിട്ടിയിട്ടും മതിയാണില്ല. എന്തൊക്കെ ചെയ്ത മനുഷ്യൻ സമ്പാദിക്കുന്നതും ഒരുമിച്ച് കൂട്ടുന്നതും മാറിക്കൂട്ടുന്നതും തന്റേതാക്കി തീർക്കുന്നതും എന്താ? അവന്റെ ഹമ്മ് ദുനിയാവായതുകൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, വമൻ കാനത്തി ദുനിയാ ഹമ്മുഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി വഫറഖ അലൈഹി ശംലഹു. അവൻ എത്ര ഒരുമിച്ച് കൂട്ടിയാലും ഒരുമിച്ച് കൂടൂല, ഒക്കെ ഫറഖ അലൈഹി ശംലു, ഒക്കെ ഇങ്ങനെ വേറിട്ട് പോകും. എങ്ങനെ സേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എന്താക്കുന്നില്ല, ഒരുമിച്ച് കൂടുന്നില്ല. എന്താ അതിങ്ങനെ? നോക്കേണ്ടത് എന്റെ ഹമ്മിലേക്കാണ്. മാത്രമല്ല ഈ മനുഷ്യൻ ചിന്തിക്കാത്ത വലിയ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു തരാ. ഇവന് ഈ ദുനിയാവിൽ നിന്ന് അവന് കിട്ടുക, അവന് കണക്കാക്കിയത് മാത്രമാണ്. ഇവൻ ഇങ്ങനെ ഹമ്മായി നടന്നാലും ദുനിയാവേന്ന് വിചാരിച്ച് മനസ്സ് പേടിച്ച് ഉറക്കമില്ലാത്ത, വിശ്രമമില്ലാത്ത, വിനോദമില്ലാത്ത, സുഖങ്ങളില്ലാത്ത ജീവിതം. എന്തിനു വേണ്ടി? ഈ ചെറിയ നിമിഷത്തെ ജീവിതത്തിന് വേണ്ടി ഭയങ്കരമായ അധ്വാനം, ഒരുതരം സുഖവും അനുഭവിക്കുന്നില്ല. സത്യല്ലേ? സത്യല്ലേ? ഒരു സുഖവും അനുഭവിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമല്ലേ നമ്മളൊക്കെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ എവിടെയാണ് സെയിൽ ചെയ്തിട്ടത്? ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങൾ അതാ നമ്മൾ വാങ്ങുന്നത്. എന്തിനാ വാങ്ങുന്നത് നമ്മൾ? ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം. എനിക്ക് വില കൂടിയ വസ്ത്രം, നല്ല വസ്ത്രം, മിനുമിനുപ്പുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലോ. എന്റെ മനസ്സ് പറന്നു പോകുന്നത് എന്റെ നാട്ടിലേക്കാണ്, എന്റെ കുടുംബങ്ങളിലേക്കാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ദുനിയാവാണ്, അവരുടെ ഹമ്മാണ്. സാധിക്കണില്ല മനുഷ്യന്. എന്നിട്ടോ ഇതൊന്നും അറിയാതെ മനുഷ്യൻ നശിച്ചു പോകുന്ന അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക ഇതിന്റെ പ്രാധാന്യം, ഇഖ്ലാസിന്റെ പ്രാധാന്യം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഖൽബിന്റെ ഹമ്മ് ആഖിറത്താക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റി ആക്കാൻ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷയുണ്ടാകും. മൂന്നാമത്തെ കാര്യം മസ്ദറു റിസ്ഖുൻ അലീം ലിൽ അജ്രി വകസ്ബിൽ ഹസനാത്ത്. ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല റിസ്ഖ് അള്ളാഹു നമുക്ക് നൽകുന്ന ഉറവിടമാണ്. ഏറ്റവും നല്ല ഉപജീവനത്തിനുള്ള സോഴ്സാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് പറയുന്നത്, റിസ്ഖ് എന്ന് പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ അജ്ർത അലൈഹി. നീ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം, അല്ലാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടൊരു നഫഖത്ത്, ഒരു കാര്യം ചെലവഴിച്ചാൽ, ഞാനൊരു സംഗതി ചെലവഴിച്ചു ഒരാൾക്ക് വേണ്ടി, അതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണം, അതിന് അല്ലാഹ് കൂലി തരാതിരിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ മാ തജ്അലു ഫീ ഫമിംറാതിക, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ, ഹത്താ മാ തജ്അലു ഫീ ഫമിംറാതിക, നിന്റെ സ്വന്തം ഭാര്യയുടെ വായയിൽ നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളച്ചോറുണ്ടല്ലോ, അതുപോലും അത് കൊടുക്കുമ്പോ, ആ ഉരുളച്ചോറ് കൊടുക്കുമ്പോ, ആ അരിക്ക് വേണ്ടി നീ അധ്വാനിച്ച അരി കൊണ്ടുപോയി കൊടുക്കുമ്പോ, അവർക്ക് ഉപജീവനം നൽകുമ്പോ, നിന്റെ മനസ്സിലുള്ള ചിന്ത, റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എങ്കിൽ അതിന് പ്രതിഫലം തരാതിരിക്കുകയില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാലാമത്തെ കാര്യം, ഇഖ്ലാസ് കൊണ്ട് കിട്ടുന്ന കാര്യം, അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും എന്നതാണ്. സുദീർഘമായ ഒരു ഹദീസ് പലതവണ ഞാൻ കേൾപ്പിച്ചതാണെന്ന് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന 3 ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഒന്ന്, പണമുള്ള ഒരുത്തൻ, സാധാരണ പണമല്ല, പണം ധാരാളമായി ധർമ്മം ചെയ്യുന്ന ഒരുത്തൻ, പക്ഷേ അവൻ ധർമ്മം ചെയ്തിരുന്നത് അവനൊരു ഔദാര്യവാനാണെന്ന് നാട്ടുകാരറിയപ്പെടാനായിരുന്നു. രണ്ടാമത്തേത്, മനോഹരമായി ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരുത്തൻ, അവൻ അത് ഖുർആൻ പാരായണം ചെയ്തതും പഠിപ്പിച്ചതും അവനൊരു നല്ല ആലിമാണ്, പണ്ഡിതനാണ് എന്ന് പറയപ്പെടാനായിരുന്നു. മൂന്നാമത്തേത്, അതിശക്തമായ ധൈര്യത്തോടുകൂടി യുദ്ധക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്ത ഒരു മുജാഹിദ്, അവൻ ജിഹാദ് ചെയ്തിരുന്നത്, അവൻ മുജാഹിദായിരുന്നത്, അവനൊരു ശക്തനായ മുജാഹിദാണ് എന്ന് പറയപ്പെടാനായിരുന്നു. ഈ 3 ആളുകളാണ് ആദ്യം നരകത്തിലേക്ക് പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, എത്ര പെട്ടെന്നാണ് നമ്മളിത് പറഞ്ഞു തീർത്തത് അല്ലേ? നമുക്ക് വല്ല പ്രയാസവും തോന്നിയോ ഈ 3 കാര്യങ്ങളും പറഞ്ഞപ്പോ? നരകത്തിലേക്ക് ആദ്യം പോകുന്ന 3 ആളുകൾ, ഒന്ന് നല്ലോണം സദഖ നൽകുന്ന ഒരാള്, 2 നന്നായി ജിഹാദ് ചെയ്യുന്ന ഒരാള്, 3 നല്ല ഒരു പണ്ഡിതൻ അല്ലേ? നമുക്കിത് പറയാനൊരു പ്രയാസവും ഉണ്ടായില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ കഥ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹത്തിന്റെ കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു. വകാന യഗ്ശി അലൈഹി മിൻ ഹൗലിഹി കുല്ലമാ അറാദ തഹദീസ് ബിഹി. ഈ ഹദീസ് പറയാൻ ആരംഭിച്ചാലെല്ലാം അബൂ ഹുറൈറക്ക് ബോധക്ഷയം സംഭവിക്കുമായിരുന്നു. മിൻ ഹൗലിഹി, ഇതിന്റെ ഭയാനകത ഓർത്ത്, ഞാൻ ഇതിൽ പെട്ടുപോകുമോ എന്ന ഭയാനകത ഓർത്ത് അബൂ ഹുറൈറക്ക് ബോധക്ഷയം വരും. വയംസഹു വജ്ഹഹു ബിൽമാഇ ഹത്താ ഇസ്തതാഅ അത്തഹദീസ് ബിഹി. ഈ ഹദീസ് സംസാരിക്കാൻ, ഈ ഹദീസ് പറയാൻ പാകമാകാവുന്ന രൂപത്തിൽ അദ്ദേഹം ഉണരാൻ വേണ്ടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളം തെളിക്കുമായിരുന്നു. നമുക്ക് വല്ലതും തോന്നിയോ? ഇതാണ് ഇഖ്ലാസ്. ആ ഒരു ഭയം കൊണ്ട് സംഭവിക്കുന്ന അബദ്ധ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ കൂടുന്ന, ക്ലാസുകളിൽ സംബന്ധിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകൾ ഓർക്കേണ്ട വസ്തുതയുണ്ട്. ഈ ഇൽമിന്റെ കാര്യത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഇഖ്ലാസ് ഇല്ലാതെ ഒരിക്കലും നാം ഈ പ്രവർത്തനത്തിന് ഒരുമ്പെടരുത്. അല്ലാഹു റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യബ്തഗി ബിഹി വജ്ഹുല്ലാഹ് ലം യതഅല്ലമഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിൻ അർളിദ് ദുനിയാ ലം യജിദ് ഉർഫൽ ജന്നതി യൗമൽ ഖിയാമ. ദൗതിക ജീവിതത്തിലെ നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും ശറഈയായ ഈ വിജ്ഞാനം നേടിയാൽ അവന് സ്വർഗത്തിന്റെ വാസന ലഭിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലക്ഷ്യം മാറരുത്. ലക്ഷ്യം അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനം, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി നേടുക എന്നതായിരിക്കണം. അതിന് പകരം തിരുമേനി പറഞ്ഞതുപോലെ, മൻ തഅല്ലമൽ ഇൽമ ലിയുമായി ബിഹി സുഫഹാ ഔ ലിയുബാഹി ബിഹിൽ ഉലമാ. വിവരമില്ലാത്തവരെ മുട്ടുകുത്തിക്കാനോ, പണ്ഡിതന്മാരോട് വാഗ്വാദം നടത്താനോ, മത്സരിക്കാനോ, ഔ ലിയസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി, അല്ലെങ്കിൽ തന്നിലേക്ക് ജനങ്ങളുടെ ഒക്കെ ശ്രദ്ധ തിരിയണം. ഞാനൊരു മഹാനാണ്, പണ്ഡിതനാണ്, വിവരമുള്ളവനാണ്, പ്രാസംഗികനാണെന്ന് ആളുകൾ പറയണം. ഈ 3 കാര്യത്തിലേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിജ്ഞാനം അഭ്യസിച്ചാൽ
ആലോചിച്ച് സഹോദരന്മാരെ, അതിന്റെ ശക്തി. ഫഹുവ ഫിന്നാർ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് കൂടിയേ തീരൂ. അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിഫലം കുറയാതെ നഷ്ടപ്പെടാതെ പരിപൂർണമായി നമുക്ക് ലഭിക്കാൻ ഇഖ്ലാസ് നമുക്ക് കൂടിയേ തീരൂ. എങ്കിലേ അത് പൂർണ്ണമായി കിട്ടുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു മനുഷ്യൻ വന്നു. റജുലുൻ ഗസ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. യൽതമിസുൽ അജ്റ വദ്ദിക്ർ, അവൻ യുദ്ധം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് കൂലിയും കിട്ടണം, രണ്ട് പ്രശസ്തിയും കിട്ടണം. ആളുകൾ പറയണം ഇവൻ നല്ലൊരു യുദ്ധക്കാരനാണ്, യോദ്ധാവാണെന്ന് പറയണം. അതോടൊപ്പം പ്രതിഫലവും കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവൻ വന്ന് ചോദിച്ചു, എന്താണ് എന്റെ കഥ, എന്റെ മനസ്സിലുള്ള ലക്ഷ്യം ഇതാണ്. തിരുമേനി പറഞ്ഞു, ലാ ശൈഅ ലഹു, അവനൊന്നും കിട്ടൂല, പഠിച്ചോന്റെ അടുത്തൊന്നും കിട്ടൂല. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസാ, അല്ലാഹു അമലുകളിൽ നിന്ന് അവന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ലാതെ സ്വീകരിക്കുകയില്ല. വേറെ ആർക്കെങ്കിലും പങ്കുവെക്കപ്പെടുന്ന മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ അതിലുണ്ടെങ്കിൽ അവ സ്വീകരിക്കപ്പെടുന്നതല്ല എന്നർത്ഥം. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. ഇബ്നു മക്റസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷാമിൽ നിന്നുള്ള ഒരാളാണ്. അദ്ദേഹം നബിയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, റജുലുൻ യുരീദുൽ ജിഹാദ ഫീ സബീലില്ലാഹ് വഹുവ യബ്തഗി അറളൻ മിൻ അറളി ദുനിയ. അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് ദുനിയാവിനുള്ള ചില വിഭവങ്ങൾ ലഭിക്കുകയാണ്. നബി തിരുമേനി പറഞ്ഞു, ലാ അജ്റ ലഹു, അവന് കൂലി കിട്ടൂല എന്ന് പറഞ്ഞു. സഹാബികൾക്ക് ഇത് കേട്ടപ്പോ പ്രയാസമായി. അവര് പറഞ്ഞു, ഉദ്ലി റസൂലില്ലാഹ് ഫലഅല്ലക ലം തഫഹമു, ഒന്നുകൂടി ചെല്ലു റസൂലിന്റെ അടുത്തേക്ക്, ചിലപ്പോ റസൂലുള്ള പറഞ്ഞത് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും, ഒന്നുകൂടി ചോദിച്ചു നോക്ക്, അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്ന്. വീണ്ടും ഈ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ യുദ്ധം ചെയ്യുന്നു, എന്റെ മനസ്സിൽ ദുനിയാവ് കിട്ടണമെന്നുണ്ട്, യുദ്ധാനന്തര സ്വത്ത് കിട്ടണമെന്നുണ്ട്, എന്താണ് എന്റെ കഥ? തിരുമേനി ആവർത്തിച്ചു, ലാ അജ്റ ലഹു, അവനൊരു പ്രതിഫലവുമില്ല. നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ദീനീ കാര്യങ്ങളും ദീനീ പ്രവർത്തനവും ചെയ്യുമ്പോൾ ഓർക്കണം, ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഭൗതികമായ നേട്ടമായി തീർന്നാൽ ലാ അജ്റ ലഹു, അതിന് കൂലിയില്ല, പ്രതിഫലമില്ല എന്നാണ് അർത്ഥം. ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി വന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ഇഖ്ലാസാണ് ഒരു കൊച്ചു പ്രവർത്തനത്തെ മഹാപർവ്വതം പോലെയാക്കി തീർക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ചെറിയ പ്രവർത്തനം, നിങ്ങളൊരു 10 ദിർഹമാണ് ഒരാൾക്ക് ആരും കാണാതെ, അദ്ദേഹത്തിന്റെ പ്രയാസം കണ്ട് 10 ദിർഹമാണ് നിങ്ങൾ ആരും കാണാതെ ഒരുത്തനെ സഹായിക്കാൻ വേണ്ടി നൽകിയതെങ്കിൽ അത് വലിയ പർവ്വതം പോലെ ആയിത്തീരും. അതുപോലെ തന്നെ നിങ്ങളൊരു വലിയ സംഖ്യ കൊടുത്തു നോക്കുക, അതിൽ ഇഖ്ലാസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അത് ഹബാഅൻ മൻസൂറാ, പാറിപ്പോകുന്ന ധൂളിയായി മാറുമെന്നാണ് നാം ഇസ്ലാമികമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും ഇതാണല്ലോ. ജീവിതത്തിലെ മനുഷ്യന്മാരുടെ മുസ്ലിം ഉമ്മത്തിന്റെ വിശേഷിച്ചും മനസ്സുകൾക്കുള്ളിൽ കിടന്ന് സംഘടനം നടത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ ഇഖ്ലാസ് ഇല്ല എന്നതാണ്, അല്ലേ? അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയത്. യോജിക്കേണ്ട കാര്യങ്ങളിൽ പോലും യോജിക്കാൻ പറ്റാത്ത ദുരവസ്ഥ സമുദായത്തിന് വന്നത് എന്തുകൊണ്ടാ? ഇതല്ലേ സത്യം? ആണല്ലോ, നമുക്കറിയാം. എല്ലാവർക്കും വന്നത് അതാണ്. പ്രവർത്തനങ്ങളുടെ കുറവില്ല, ദഅവത്തുകളുടെ കുറവില്ല, സംഘടനകളുടെ കുറവില്ല, നേതാക്കന്മാരുടെ കുറവില്ല, പണ്ഡിതന്മാരുടെ കുറവില്ല. പക്ഷേ എല്ലാവരെയും പടച്ചു തമ്പുരാൻ അതിശക്തമായി പിടിച്ചു കൊടുക്കുന്നു, നശിപ്പിക്കുന്നു, ഭിന്നിപ്പിക്കുന്നു. എന്താ വിഷയം? ആലോചിച്ചു നോക്കണം. മറ്റൊന്നുമല്ല, ഇതാണ് വിഷയം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ദീനീ പ്രവർത്തനങ്ങളിലോ സംഘങ്ങളിലോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നേതൃത്വമോഹം, സ്ഥാനമോഹം, സാമ്പത്തിക മോഹം. എന്തിനു വേണ്ടിയാണോ ദഅവത്ത്, എന്തിനു വേണ്ടിയാണോ ജമാഅത്ത്, എന്തിനു വേണ്ടിയാണോ ദീൻ, എന്തിനു വേണ്ടിയാണോ ദീനിന്റെ പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയല്ലാതെ മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചെടുത്ത ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ പടച്ചറപ്പിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും.
അതുമൂലമാണ്. അത് തന്നെയാണ്. ഇതൊരു സംഘത്തിന്റെ മാത്രം കഥയല്ല, വ്യക്തി ജീവിതത്തിന്റെ കഥ പോലും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന പലതരം മാനസിക സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും അവസ്ഥ ഇഖ്ലാസിന്റെ കുറവ് തന്നെയാണ്. നമസ്കരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും മാനസിക സംഘർഷത്തിന് സാധ്യതയില്ല. എങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി മാത്രമാണെങ്കിൽ അവനതിൽ സമാധാനം കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂല് പോലും ഇദാ ഹസബഹു അംറുൻ യുസല്ലി, മാനസികമായ സംഘർഷം എപ്പോഴെങ്കിലും വന്നാൽ നമസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കുകയായിരുന്നു തിരുമേനി ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സകലമാന അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും ക്രോധത്തിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, മനുഷ്യനെ തടയുന്ന ഈ ഇഖ്ലാസ് അത് നഷ്ടപ്പെട്ടു പോയാൽ നാം റമളാനിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകും എന്ന് നാം മറന്നു പോകരുത്. നമുക്ക് മാറാൻ സാധിക്കണം. ഈ ഇഖ്ലാസ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ഈ ഇഖ്ലാസ് മഹാപാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. അതാണ് ഇതിന്റെ രസം. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ചെറിയ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മഹാപാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. നിങ്ങളുടെ ഹദീസ് കേട്ടിട്ടില്ലേ? ഹദീസ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ടതില്ലല്ലോ. ഒരു വ്യഭിചാരിയുടെ കഥ, ഹദീസിൽ വന്നൊരു വ്യഭിചാരിയുടെ കഥ. ഒരു വ്യഭിചാരി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്താ കാരണം? സഖത്ത് കൽബൻ, ഒരു നായ ദാഹിച്ച് വലഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ, മണ്ണ് തട്ടി നക്കി നടക്കുന്നത് കണ്ടപ്പോ കിണറ്റിലിറങ്ങി തന്റെ സ്വന്തം പാദരക്ഷയിൽ വെള്ളം നിറച്ച് നായക്ക് കൊടുത്തു. പലപ്പോഴും നമുക്ക് തോന്നാറില്ല, എന്താ ഒരു വ്യഭിചാരിണി നായക്ക് വെള്ളം കൊടുത്തതിന് സ്വർഗത്തിൽ പോയിരുന്നു. എന്താ സംഗതി? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താ സംഗതി എന്ന്? ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, ഫഖദ് ഹദറ ഫീ ഖൽബിഹാ മിനൽ ഇഖ്ലാസ് മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ് ഫഗഫറല്ലാഹു ലഹു. അവൾക്ക്, ഈ വ്യഭിചാരിണിക്ക് ആ സമയത്ത് അവളുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാക്കാൻ സാധിച്ചു. മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇഖ്ലാസ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു പണി. ഒരു നായ ദാഹിച്ചു വലഞ്ഞു മണ്ണ് തൊപ്പി ചത്തുപോയിക്കോട്ടെ, എന്താ പ്രശ്നം? ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ തെറ്റ് ചെയ്ത സഹോദരിയുടെ മനസ്സിലുണ്ടായ ഇഖ്ലാസിന്റെ ശക്തി കൊണ്ടാണ് ഫഗഫറല്ലാഹു ലഹാ, അള്ളാഹു അവൾക്ക് പുറത്തു കൊടുത്തത്. ഇപ്പൊ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുക, വ്യഭിചാരവും കുറെ തെറ്റ് ചെയ്യുക, എന്നിട്ട് ദാഹിച്ച് വലഞ്ഞിറക്കുന്ന ഏതെങ്കിലും നായ്ക്ക് വെള്ളം മുക്കിക്കൊടുത്താൽ ഞാനിങ്ങനെ രക്ഷപ്പെടുമോ? ആ രക്ഷപ്പെടുന്നത് അവന്റെ ഇഖ്ലാസിന്റെ ശക്തിയാണ്. അത് ഇഖ്ലാസിന്റെ പ്രത്യേകതയാണ്. എത്ര വലിയ തെറ്റിൽ നിന്നും രക്ഷപ്പെടാം. അതല്ലേ വ്യഭിചാരിണി രക്ഷപ്പെട്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചില ആളുകൾക്ക് തോന്നും, നിങ്ങൾ കേൾക്കണോ, ഹദീസുകളിൽ നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടാകും. 3 ആളുകളുടെ സംഭവം വിശദീകരിക്കാതെ തന്നെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഒരു ഗുഹയിൽ വലിയ പേമാരി വന്നപ്പോൾ അഭയം തേടിയ 3 ആളുകളുടെ കഥ അല്ലെ? ആ ഗുഹാമുഖം വലിയ പാറക്കഷ്ണം വന്ന് അടഞ്ഞുപോയി. രക്ഷപ്പെടാനൊരു നിവൃത്തിയുമില്ല. പക്ഷേ അവർ രക്ഷപ്പെടുന്നു. എങ്ങനെ? ഇഖ്ലാസ് കൊണ്ട് രക്ഷപ്പെടുന്നു. ഇഖ്ലാസ് കൊണ്ട് ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു സംശയകാര്യത്തിലില്ല. ദുനിയാവിൽ വന്ന മഹാവരാപത്ത് ഒരു നിലക്കും രക്ഷപ്പെടാൻ ഭൗതികമായി ഒരു സാധ്യതയുമില്ലാത്ത ഒരാപത്ത്. അതല്ലേ സംഭവിച്ച്? കഥ നിങ്ങൾക്കറിയാലോ. പക്ഷെ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. എങ്ങനെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇഖ്ലാസിന്റെ ശക്തി കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്തുമാത്രം ഇഖ്ലാസോടുകൂടിയായിരുന്നു എന്ന്. ഒരു കൂലിക്കാരൻ അല്ലെ, ഒരു മുതലാളി, ആ മുതലാളിയുടെ അടുത്ത് ഒരു കൂലിക്കാരൻ തൊഴിലിന് കൊണ്ടുവന്നു. തൊഴിൽ ചെയ്തു, ഒരൊറ്റ ദിവസം തൊഴിൽ ചെയ്തു. പക്ഷേ കൂലി വാങ്ങാതെ തൊഴിലാളി കടന്നുപോയി. എന്നിട്ടോ ഈ മുതലാളി എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യൻ അവന്റെ കൂലി ആ പണം പോഷിപ്പിക്കാവുന്ന ഒരു കാര്യത്തിൽ അത് ചെലവഴിക്കുന്നു. അതുകൊണ്ട് ഇവൻ കന്നുകാലികളെ വാങ്ങുന്നു. ആ കന്നുകാലികൾ കൃഷി ചെയ്യുന്നു. അത് വലിയ സമ്പത്തായി മാറുന്നു. ഈ മനുഷ്യൻ ഒരു ദിവസം കൂലിയും ചോദിച്ചു വരുന്നു. കൂലി ചോദിച്ചു വരുമ്പോൾ അയാൾ കാണിച്ചു കൊടുക്കുന്നതാ ആ മൂലയിലുള്ള കന്നുകാലി സമ്പത്തൊക്കെ നിന്റേതാണ്. സാധ്യമാണോ സാധാരണ മനുഷ്യന്? ഇഖ്ലാസിന്റെ ശക്തിയാണത്.
സാധ്യമാണോ? ഏറിക്കവിഞ്ഞാൽ വിശ്വസ്തത കാണിക്കാൻ വേണ്ടി നമ്മളൊക്കെ ആ പണം ഒരു കവറിലിട്ട് നമ്മുടെ മേശയിൽ സൂക്ഷിച്ചു വെക്കുമെന്നതിനപ്പുറം മറ്റെന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? മറിച്ചാ തുച്ഛം പണമഥ വലിയ ശക്തമായ ഒരു സമ്പത്താക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് ഈ സാധാരണക്കാരനായ തൊഴിലാളി വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് നിന്റെ സമ്പത്ത്, എടുത്തോ. അവൻ ആശ്ചര്യപ്പെടുന്നു. സാധിക്കോ? ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയുള്ള മൂന്ന് സംഭവങ്ങൾ സകല സൗകര്യവും ലഭിച്ചിട്ട് തന്റെ ശരീരത്തിന്റെ ഒരു ഇംഗിതം ഒരു സ്ത്രീയിൽ നടപ്പാക്കാനുള്ള സകല സൗകര്യവും ലഭിച്ചിട്ട് അല്ലാഹുവേ സൂക്ഷിക്കൂ, ഈ കന്യാചർമ്മം ചേരിക്കണമെങ്കിൽ അതിനൊരു ഹക്കുണ്ട് എന്ന ശക്തിയുള്ള ഒച്ച കേട്ടപ്പോൾ പടച്ച റബ്ബിനെ പേടിച്ച് എഴുന്നേറ്റ ഒരു യുവാവ് ചെറുപ്പക്കാരൻ എത്രയോ ദിവസമായി ആ പെണ്ണിന്റെ പിന്നാലെ കാമിച്ച് നടക്കുന്നു ഒന്ന് കിട്ടാൻ. എല്ലാ സന്ദർഭവും ഒത്ത് കിട്ടി സൗകര്യത്തോടു കൂടി. അപ്പോഴായി ഒച്ച കേൾക്കുന്നത്, പെടഞ്ഞെണീറ്റു, പേടിച്ചുപോയി. ഇതാണ് ഇഖ്ലാസ്. എന്നിട്ട് ആ മനുഷ്യന്മാർ, നിങ്ങൾക്കറിയാം, ആ മനുഷ്യന്മാർ ആ ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ലിബ്തിഗാഇ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീഹി. നാഥാ, ഞാൻ ഞങ്ങളിൽ ചെയ്ത പ്രവർത്തനം നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. നിങ്ങളെ കഥ നിങ്ങൾക്കറിയാലോ. ഓരോരുത്തരും പ്രാർത്ഥിച്ചപ്പോ ഗുഹാമുഖത്തടഞ്ഞ പാറങ്ങനെ മാറുന്നു. ഇതൊരു കഥയല്ല, എവിടെയെങ്കിലും എഴുതി വെച്ച ഐതിഹ്യമല്ല, ആരെങ്കിലും ഇതിവൃത്തമാക്കി ഉണ്ടാക്കിയ നോവലല്ല. പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ പട്ടികയിലുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എന്തുമാത്രം നിർഭാഗ്യവാന്മാരാ. എത്ര കാലമായി നമ്മൾ പ്രവർത്തിക്കുന്നു. ഒരു റക്അത്ത് നമസ്കാരമെങ്കിലും, ഒരു നോമ്പെങ്കിലും സഹോദര, ഒരു നോമ്പെങ്കിലും. വലിയ മുടക്കില്ലാത്തതാണല്ലോ, ചെലവില്ലാത്തതാണല്ലോ. ഒരു നോമ്പെങ്കിലും. എത്ര ദിവസം വേണമെങ്കിലും ഡോക്ടർമാർ പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ, ഭക്ഷണം നിയന്ത്രിക്കാൻ തയ്യാറാണ് നാം, നമ്മുടെ ശരീരം ഒന്ന് ശരിയാകാൻ. അല്ലേ? എല്ലാവരും റെഡിയല്ലേ? എത്ര പൊട്ടിന് കിടക്കാൻ മനുഷ്യനില്ല. പക്ഷേ പടച്ച റബ്ബിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം റബ്ബിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചത് എടുത്തു പറയാൻ, ഒരു കുടുക്കിൽപ്പെട്ടാൽ എടുത്തു പറയാൻ നമ്മുടെ കയ്യിലുണ്ടോ? അങ്ങനെ ഇഖ്ലാസുള്ള എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. എല്ലാവരും അവരവരുടെ നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി കിടക്കയിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇതൊക്കെയല്ലേ മുസ്ലിമിന്റെ ആയുധം. മുസ്ലിമിന്റെ ആയുധം ബോംബല്ല, മുസ്ലിമിന്റെ ആയുധം ഒച്ചപ്പാടും ബഹളവുമല്ല, മീഡിയയെ പിടിച്ചടക്കലല്ല. മുസ്ലിമിന്റെ ആയുധം ഇതാ. ഇങ്ങനെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹു തആലയോട് പറയാവുന്ന വല്ലതും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇഖ്ലാസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ഇഖ്ലാസുള്ള ഒരു മനുഷ്യന് ഒരു വിഷയത്തിൽ തെറ്റുപറ്റിയാൽ പോലും പടച്ച റബ്ബ് ശിക്ഷിക്കുകയില്ല. ഇഖ്ലാസിന്റെ ശക്തി കൊണ്ട് ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് വെക്കുക. ഉദാഹരണം, ഇജ്തിഹാദ് നടത്താൻ കഴിവുള്ള ഒരു പണ്ഡിതൻ ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒരാധുനിക വിഷയമുണ്ടായി, ആ വിഷയത്തിൽ അഭിപ്രായം ആരായപ്പെട്ടു, ആ വിഷയത്തിൽ അഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടി ഖുർആനും ഹദീസും പഠിച്ചു. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം തെറ്റായി പോയി എന്ന് സങ്കല്പിക്കുക, വിചാരിക്കുക. എങ്കിൽ പോലും ആ അഭിപ്രായം കണ്ടെത്തിയ മുജ്തഹിദായ ആലിമിന് കൂലിയുണ്ടെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എന്താ കാരണം? അതിനു വേണ്ടി പണിയെടുത്ത ഇഖ്ലാസിന്റെ ശക്തി കൊണ്ട്. ഇതാണ് ഇഖ്ലാസിന്റെ ശക്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇഖ്ലാസ് കൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. യൂസുഫ് അലൈഹിസ്സലാം ആ പെണ്ണിന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രം ഖുർആൻ പറയുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കദാലിക ലിനസ്രിഫ അൻഹു സ്സുഅ വൽ ഫഹ്ശാ. എന്നിട്ട് പറഞ്ഞു, ഇപ്രകാരമാണ് യൂസുഫ് അലൈഹിസ്സലാമിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനോട് ചീത്ത ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരെ നാം മാറ്റിയത്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അതിന്റെ കാരണം യൂസുഫ് അലൈഹിസ്സലാം മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിലും ഇഖ്ലാസ് വേണം. തൗഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൗഹീദിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസില്ലാത്ത തൗഹീദാവുകയില്ല.
ആ തൗഹീദ് ഗുണം ചെയ്യണമെങ്കിൽ ഇഖ്ലാസുള്ള തൗഹീദായിരിക്കണം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഞാനും പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിൽ കടക്കൂല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പാട്ട് പാടി എല്ലാവരും സ്വർഗ്ഗത്തിൽ കിടക്കട്ടെ. അതിനെന്ത് വേണം? ആ പറഞ്ഞ ലാ ഇലാഹ ഇല്ലത്ത് ഇഖ്ലാസ് വേണം. ഇഖ്ലാസുള്ള ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് തിരുമേനി പറഞ്ഞു, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ, ഇഖ്ലാസോട് കൂടി ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബസ് സമാ, ആകാശങ്ങളുടെ വാതിലുകൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടാതിരിക്കുകയില്ല. ഹത്താ തഫ്ദി ഇലൽ അർശ്, അവൻ അർശ് കാണുന്നത് വരെ. മജ്തുനിബൽ കബായിർ, മഹാപാപങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിന്നാൽ. ഇതാണ് ഇഖ്ലാസുള്ള തൗഹീദിന്റെ പ്രത്യേകത. ഒരു തടസ്സവും അവന്റെ മുമ്പിൽ ഉണ്ടാവില്ല. നേരെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അർശിലേക്ക് എത്തും. ഇഖ്ലാസുള്ള സുജൂദ്, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വഹത്ത ബിഹാ അൻ ഖതീഅ, അല്ലാഹുവിന് വേണ്ടി മാത്രം എന്ന വിചാരത്തോടു കൂടി ഒരു സുജൂദ് ചെയ്താൽ, സുബ്ഹിയല്ലേ നിർബന്ധമല്ല നിസ്കരിക്കല് എന്ന് വിചാരിച്ചൊരു സുജൂദല്ല. ആ സുജൂദില് ഭയങ്കരമായ ഉറക്കവും ആവിയും അശ്രദ്ധയും അതല്ല. അല്ലാഹുവിന് വേണ്ടി എന്ന വിചാരത്തോടു കൂടി ഒരു സുജൂദ് ചെയ്താൽ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ, അല്ലാഹു ആ സുജൂദ് മുഖേന ഒരു ദറജ അവൻ ഉയർത്തും, ഒരു പദവി ഉയർത്തും. വഹത്ത ബിഹാ അൻ ഖതീഅ, ഒരു തെറ്റ് അവന് പുറത്തു കൊടുക്കും. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, നോമ്പിലുള്ള ഇഖ്ലാസ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, പടച്ച റബ്ബിന് വേണ്ടി മാത്രം നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ മുഖത്തെ 70 വർഷം പടച്ച റബ്ബ് നരകത്തിൽ നിന്ന് 70 വർഷം വഴി ദൂരം നരകത്തിൽ നിന്ന് വിദൂരമാക്കും. ഇങ്ങനെ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓരോ കാര്യങ്ങളിലും ഹറാമുകളെ ത്യജിക്കുന്നിടത്ത് ഉപേക്ഷിക്കുന്നിടത്ത് ഇഖ്ലാസ് വേണം. ആരെങ്കിലും കാണുന്ന വെച്ച് ഉപേക്ഷിക്കല്ല. പടച്ച റബ്ബ് കാണുമെന്ന് വിചാരിച്ച് ഹറാമ്. എന്റെ റൂമിനകത്താണ്, ആരും കാണുകയില്ല, വാതിലടച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, ആരും കാണൂല, പൊതുജനങ്ങൾ കാണൂല, എന്നെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും കാണുകയില്ല, പക്ഷെ ചെയ്തുകൂടാ. അതാണ് ഇഖ്ലാസ്. അവിടെയാണ് ഇഖ്ലാസ്. അതെല്ലാ വിഷയത്തിലും നമുക്കുണ്ടാകണം. ഒരാൾ പള്ളിയിലേക്ക് പോകുന്നു, ആ പള്ളിയിലേക്ക് പോകുന്നതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഖറജലിൽ മസ്ജിദി ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നമസ്കാരം എന്ന വിചാരത്തോടുകൂടി മാത്രം ഒരാൾ പള്ളിയിലേക്ക് പോയാൽ ലം യഖ്തു ഖത്വ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ, ഓരോ സ്റ്റെപ്പിനും അല്ലാഹു പദവി കൂട്ടും. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഫഇൻ സല്ല മാ ദാമത്തിൽ മലായികതു തുസല്ലി അലൈഹി മാ ദാമ ഫീ മുസല്ല, നമസ്കരിച്ചു ഈ രൂപത്തിൽ ഈ വിചാരത്തോടുകൂടി പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോയി നമസ്കരിച്ചു, അവന്റെ മുസല്ലയിൽ അവൻ ഇരുന്നാൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ അർഹംഹു. ആലോചിക്കാൻ കഴിയുമോ ഇതൊക്കെ? മുസല്ലയിൽ നിസ്കരിച്ച സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരുന്ന മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, പഠിച്ചവനെ അല്ലാഹുമ്മ സല്ലി അലൈഹി. നമ്മൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നേ ചൊല്ലി പരിചയമുള്ളൂ അല്ലേ? ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. തിരിച്ച് മലക്കുകൾ നമുക്ക് സലാത്തുകയല്ല, അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ അർഹംഹു. ഏതുവരെ? എപ്പോ? നിങ്ങൾ ആ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ. എന്ത് വേണം? ഇഖ്ലാസ് വേണം. പോയതിനായിരിക്കണം ആ ഒരു ശക്തമായ ചിന്ത. ഇങ്ങനെ ഓരോ കാര്യത്തിലും ജനാസയെ പിൻപറ്റിയാൽ, ജനാസ കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നാലെ പോയി അത് കബറടക്കി അതിന് ചുറ്റും കൂടി നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തതെങ്കിൽ അതാണ് മൻ ഇത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ, ഇഖ്ലാസാണ്. അങ്ങനെ ചെയ്താൽ എന്താ? ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖിറാതൈൻ, അവന് 2 ഖിറാത്ത് പ്രതിഫലവുമായാണ് അവൻ തിരിച്ചു പോകുന്നത്. ഈ ജനാസ അടക്കി തിരിച്ചു പോകുന്നത്. എന്താ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? കുല്ലു ഖിറാത്തിൻ കഉഹദ്. ഉഹദ് മല കണ്ടിട്ടില്ലേ? പരന്നു കിടക്കുന്ന, കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന ഉഹദ് മലയുടെ അത്ര, അതാണ് ഒരു ഖിറാത്ത്. അളവ് പറഞ്ഞതാണ്. അന്നത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന അളവ്. ഉഹദ് മല അവരുടെ മുമ്പിലുള്ള മലയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു രൂപമാണ് സഹോദരന്മാരെ പ്രവർത്തനങ്ങളിൽ, അമലുകളിൽ ഈ ഒരു കാര്യം നാം ഉണ്ടാക്കി തീർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിച്ചു നിർത്തും. ഈ ഒരു ഇഖ്ലാസ് നമുക്കുണ്ടായാൽ അല്ലാഹു നമുക്ക് സബാത്ത് നൽകും. അതാണ് വേണ്ടത്. ആ സബാത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ആ സബാത്തിന് വേണ്ടി കൊതിക്കുക.
നമ്മുടെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ ഇതുപോലെ ഇഖ്ലാസ് നമ്മുടെ മനസ്സിലേക്ക് നിറക്കാവുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക, മനസ്സിലാക്കുക, ചരിത്രങ്ങൾ പഠിക്കുക. സഹാബത്തിന്റെയും താബീകളുടെയും ചരിത്രം വല്ലാത്ത അത്ഭുതമാണ്. ആ ചരിത്രം നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് പോകണം. ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു തന്റെ താബീകളുടെ കഥ, താബീകളുടെ ജീവിതത്തിന്റെ രീതി. അവര് ഖുർആൻ മനപാഠമാക്കുന്ന, ജനങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന, ജനങ്ങൾക്ക് സദഖ കൊടുക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന, ദീർഘമായി നമസ്കരിക്കുന്ന അവരുടെ കഥ. വലം യശ്ഉരിന്നാസു ബിഹി, ഒറ്റ മനുഷ്യനും അറിയില്ല അതൊന്നും ചെയ്താൽ. അതിന്റെ വലിപ്പം നോക്കി നിന്നു. നിരന്തരമായി പ്രയാസത്തോടുകൂടി ദുആ ചെയ്തിരിക്കുന്ന ആളുകൾ ലാ യസ്മഉ ലഹും സൗത്ത് ഇല്ലാ ഇൻ കാന ഇല്ലാ ഹംസ, ഒരു ചെറിയ ഞരക്കത്തിന്റെ ഒച്ച മാത്രമേ അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തേക്ക് വരൂ. അത്ര ശക്തിയാണ്. ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങളും അപ്രകാരമായിരുന്നു. അയ്യൂബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം ഹദ്ദസ ഫിൽ ഹദീസി ഫയരിഖു വതദ്മഉ ഐനാഹ്, സംഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു പോകും, അദ്ദേഹം കരഞ്ഞു പോകും. ആ സമയത്ത് ഫയൽതഫിതു, അദ്ദേഹം തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് വയതനഖതു, മൂക്കിങ്ങനെ ചീകുന്ന മാതിരി അദ്ദേഹം കാണിക്കും. വയഖൂലു മാ അശദ്ദ സുകാം, കരയാണ്, പേടിച്ചിട്ട് കരയാണ്. പക്ഷേ ആ കരച്ചിൽ അടക്കി വെക്കാൻ വേണ്ടി മൂക്ക് ചീറ്റുന്ന മാതിരി കാണിച്ചിട്ട് അദ്ദേഹം പറയും എന്തൊരു ജലദോഷമാണ് എന്ന്. ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്നു. ഇഖ്ലാസിന്റെ ശക്തി കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിച്ചത്. ഓരോ സംഗതികളും, ഒരുപാട് വിഷയങ്ങൾ സഹാബികളുടെയും താബീകളുടെയും ജീവിത ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. എത്ര കഥ. ഇമാം മാവർദി എന്ന മഹാപണ്ഡിതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ പണ്ഡിതൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒറ്റ ഗ്രന്ഥം പോലും പുറത്തു വന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുന്നിടത്ത് കാണാം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ അദ്ദേഹം മരണസമയത്ത് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അൽ കുതുബുല്ലതി ഫിൽ മകാനിൽ ഫുലാനി കുല്ലുഹാ തസ്നീഫി, മരിക്കാൻ പോകുമ്പോൾ പറയാ ഇന്ന സ്ഥലത്ത് കാണുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ സ്വന്തം എഴുതിയതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ മരണത്തിലേക്ക് പോവുകയാണ്, ഞാൻ മരിച്ചു എന്നുറപ്പായാൽ, അതിന് ഉറപ്പാകാൻ വേണ്ടി ഇമാം മാവർദി ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്നു സുഹൃത്തിനോട്. സുഹൃത്തെ, ഞാൻ മരിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നീ നിന്റെ കൈ എന്റെ കയ്യിൽ വെക്കണം. അങ്ങനെ ഞാനിങ്ങനെ കൂട്ടി കൈ പിടിച്ചാൽ നീ ഒന്നും പറയരുത് ആരോടും. കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ എന്താ? മരിച്ചിട്ടില്ല എന്നർത്ഥം അല്ലേ? നീ എന്റെ കയ്യിൽ കൈവച്ച് ഞാൻ കൈ കൂട്ടിപ്പിടിക്കുന്നില്ല, ഞാൻ എന്റെ കൈ ഇങ്ങനെ വിടർത്തി തന്നെ വെക്കുകയാണ് എങ്കിൽ നീ ഉടനെ ആളുകൾക്ക് എന്റെ ഗ്രന്ഥങ്ങൾ, എന്റെ രചനകൾ മുഴുവൻ എടുത്തു കൊടുക്കണം. ആരാണ് ഇമാം മാവർദി? മഹാനായ പണ്ഡിതനാണ്. ഒരു ഗ്രന്ഥം പോലും തന്റെ ജീവിതകാലത്ത് പുറത്തു പോകരുതെന്ന് എന്തുകൊണ്ട്? ഇഖ്ലാസിന്റെ ശക്തി കൊണ്ട് ആഗ്രഹിച്ചു പോയി. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഒച്ചപ്പാടുകളും ബഹളങ്ങളുമാണല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത്. ഇതൊക്കെ പോട്ടെ, ഒരു വിവരവുമില്ലാത്ത ഇസ്ലാം സ്വീകരിച്ച കാട്ടറബിയായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, ഉഹാജിറു മഅക്, നബിയെ ഞാൻ നിങ്ങളുടെ കൂടെ ഹിജ്റ പോരട്ടെ? നബി സമ്മതിച്ചു. അങ്ങനെ ഹിജ്റ പോയി. ഖൈബർ യുദ്ധം നടന്നു. ഖൈബർ യുദ്ധം നടന്നപ്പോൾ ഒരുപാട് സമ്പത്ത് കിട്ടി, ഗനീമത്ത് സ്വത്ത്, യുദ്ധാനന്തര സ്വത്ത്. അപ്പൊ യുദ്ധാനന്തര സ്വത്ത് വീതിച്ചപ്പോ ഈ ആറാബിക്ക് നബി കൊടുത്തു. ഈ ആറാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഗനീമത്ത് സ്വത്ത് വീതിച്ചു കൊടുത്തപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഒരു വാചകണ്ട്, മാ ഹാദല്ലദീ വസലനീ. നബിയോട് ചോദിക്ക, എന്താ എന്റെ അടുത്ത് എത്തിയ ഈ സ്വത്ത്? എന്താണിത്? മാ ഹാദല്ലദീ വസലനീ മാ അലാ ഹാദാ അത്തബഅതുക മുഹമ്മദ്. മുഹമ്മദേ, ഈ സ്വത്തിന് വേണ്ടിയല്ല ഞാൻ നിന്നെ പിൻപറ്റിയത്. വലാകിൻ ഇത്തബഅതുക അലാ അൻ ഉർമിയ ഇലാ ഹാഹുനാ ബിസഹ്മിൻ ഫഅമൂതു ഫഅദ്ഖുലുൽ ജന്ന. മുഹമ്മദേ, ഞാൻ നിന്നെ പിൻപറ്റിയത് എന്റെ ഇവിടേക്ക് ഒരു അമ്പ് കൊണ്ടാരെങ്കിലും അമ്പെയ്യുക, എന്നിട്ട് ആ അമ്പ് മൂലം ഞാൻ യുദ്ധത്തിൽ ഷഹീദാവുക, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക. അതിനാണ് മുഹമ്മദേ ഞാൻ നിന്റെ കൂടെ വന്നത്, ഈ കാണുന്ന സ്വത്തിന് വേണ്ടിയല്ല. ആരാ പറഞ്ഞത്? ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ, നമ്മൾ എവിടെയാണ്? നമ്മുടെ അവസ്ഥ എവിടെയാണ്? പക്ഷെ ഇത് കുറച്ച് പ്രയാസമാണ്.
പണ്ഡിതന്മാരോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അശദ്ദു അലൻ നഫ്സ്, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു. എന്താ? ഖാല അൽ ഇഖ്ലാസ്. ഇതന്നെയാണ് പ്രയാസമാണ്. പറഞ്ഞതൊക്കെ കഥയാണ്, ചരിത്രമാണ്, കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, വായിക്കാൻ ഭയങ്കര രസമുണ്ട്. പക്ഷേ ഇത് ജീവിതത്തിലെത്താൻ ഭയങ്കരമായ പ്രയാസമാണ്. ഇഖ്ലാസാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഇമാം സുഫിയാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, മാ ആലജ്തു ഷൈഅൻ, സ്വന്തം കഥ പറയാ, മാ ആലജ്തു ഷൈഅൻ അശദ്ദു അലയ്യ മിൻ നിയ്യതി, എന്റെ മനസ്സിന്റെ നിയ്യത്തോളം ഞാൻ ചികിത്സിച്ച ഒരു വിഷയവും ഉണ്ടായിട്ടില്ല. നിയ്യത്തിന് ഇഖ്ലാസ് ഉണ്ടാക്കുക, അതിനുവേണ്ടി ഞാൻ പ്രയാസപ്പെട്ടിടത്തോളം ഞാൻ പ്രയാസപ്പെട്ട ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഞാൻ എന്റെ നഫ്സിനോട് കഠിനമായി യുദ്ധം ചെയ്തിരുന്നു. കാരണം നഫ്സിനെ പാകമാക്കണം, മനസ്സിനെ പാകമാക്കണം. മനസ്സ് പലതും ഇങ്ങനെ ആഗ്രഹിക്കും, ഓർക്കും, പലതിനു വേണ്ടിയും മനസ്സ് വരും. പക്ഷേ ഇതായിരുന്നു കഥ. നാഫിഅ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കും, അലാ തഷ്ഹദുൽ ജനാസ, നമ്മളൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ മരിച്ചാല് നമ്മൾ അല്ല പോകല്ലേ, ജനാസന്റെ ഒപ്പം പോണ്ടേ, പോകല്ലേ എന്ന് ചോദിക്കും, അല്ലേ? നമ്മൾ ഇറങ്ങി പുറപ്പെടും. നാഫിഅിന്റെ കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം പറയും, കമാ അൻത ഹത്താ അൻവി. എന്താ അങ്ങനെ പറഞ്ഞാൽ? കമാ അൻത ഹത്താ അൻവി. ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, ഇൻതദിർ ഹത്താ ഉജാഹിദ നഫ്സി, നിനക്ക് ഞാൻ എന്റെ നഫ്സിനോടൊന്ന് യുദ്ധം ചെയ്യട്ടെ, എന്നിട്ട് പോകാം. എന്താ നഫ്സിനോട് യുദ്ധം? ഈ ജനാസ ഇവിടെ പിറകിൽ, ഈ ജനാസക്ക് വേണ്ടി പോകുമ്പോൾ എന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളെ ഞാൻ മാറ്റിവെക്കട്ടെ. അത് മാറ്റിവെക്കാൻ വേണ്ടി ഞാൻ എന്റെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കട്ടെ, മാറ്റിവെക്കാൻ വേണ്ടി മനസ്സിനെ പാകമാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പ്രയാസമുള്ള പണിയാണ്. പക്ഷേ പ്രയാസമുണ്ടെങ്കിലും പ്രയാസമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം ഈ പ്രവർത്തനത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ, ഇഖ്ലാസിലേക്ക് നാം വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്ഫുടം ചെയ്ത മനസ്സ്, റമളാനിലുണ്ടായ മനസ്സ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നാം പരസ്യപ്പെടുത്തേണ്ടി വരും. അത് ഇഖ്ലാസിൽ നിന്ന് പുറത്താണെന്നാരും കരുതരുത്. സുന്നത്തിൽ രഹസ്യമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായി തന്നെ ചെയ്യണം. സുന്നത്തിൽ പ്രകടമാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രകടമാക്കേണ്ടി വരും. ഹജ്ജ് ചെയ്യുമ്പോൾ പ്രകടമാവും പല കാര്യങ്ങളും വേണ്ടിവരും. പക്ഷേ അത് ഇഖ്ലാസിലുള്ള കുറവായി ആരും മനസ്സിലാക്കരുത്. സലഫ് സാലിഹീങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ചില സന്ദർഭങ്ങളിൽ അവർ ചില പ്രവർത്തനങ്ങൾ പരസ്യമായി ചെയ്തിരുന്നു. എന്തിന്? ലിയഖ്തദിയ ബിഹിം, ഇഖ്തിദാ ഉണ്ടാകാൻ വേണ്ടി, ആളുകൾ അവരെ പിൻപറ്റാൻ വേണ്ടി, യഥാർത്ഥ മാതൃക മനസ്സിലാക്കാൻ വേണ്ടി. ഏതുപോലെ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞ മരണാസന്ന സമയത്ത് ചിലർ പറഞ്ഞ വർത്തമാനം, ലാ തബ്കു അലൈ, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷേ നിങ്ങളാരും കരയരുത്, നിങ്ങളാരും കരയരുത്. എന്നിട്ട് പറയാ കരയാതിരിക്കാൻ ഒരു കാരണമായി. അപ്പൊ ഒരു കാരണം പറയുമ്പോൾ ആരും വിചാരിക്കരുത് അവർ ചെയ്ത ഒരു പ്രവർത്തനം അവരെടുത്തു പറയുകയാണ് എന്നല്ല, മറിച്ച് ജനങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി. എന്താ കാരണം? മുസ്ലിമായ ശേഷം ഞാൻ ഇതുവരെ ഒരു തെറ്റും എന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഉച്ചരിക്കാത്ത ഒരാളാണ് ഞാനെന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് ആ ഒരു ഇഖ്തിദാ, ആ ഒരു കാര്യം എന്റെ മക്കൾ, എന്റെ കൂടെ നിൽക്കുന്നവർ, എന്റെ കുടുംബക്കാർ മനസ്സിലാകണം എന്നതുകൊണ്ടാണ്. അബൂബക്കർ ഇബ്നു അയ്യാഷ് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, യാ ബുനയ്യ ഇയ്യാക അൻ തഅസില്ലാഹ ഫീ ഹാദിഹിൽ ഗുർഫ, എന്റെ പൊന്നുമോനെ ഈ റൂമിൽ വെച്ച് നീ തെറ്റ് ചെയ്യരുതേ. എന്നിട്ട് ആ റൂമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഖതംതുൽ ഖുർആന ഫീഹാ 12,000 ഖത്മ. ഈ റൂമിൽ വെച്ച് നീ തെറ്റിയത് കാരണം ഈ റൂമിൽ വെച്ച് ഞാൻ 12,000 തവണ ഖുർആൻ തീർത്തോതിയിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലക്കാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുകയുള്ളൂ, വൃത്തിയാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ പ്രകടിപ്പിക്കേണ്ട ചില വിഷയങ്ങൾ, അത് ഇന്ന കാരണങ്ങളാൽ നാം അത് ചെയ്യേണ്ടി വരും. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സമ്പന്നമാവുകയുള്ളൂ എന്ന കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഇഖ്ലാസ് ചെയ്തുകൊണ്ട് ഇപ്പൊ അതിന് ബുദ്ധിമുട്ടാണെന്ന് നാം മനസ്സിലാക്കി. പക്ഷേ അതിന്റെ ഒരു ദറജ, അതിന്റെ ഒരു പദവികൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു പദവി ഏതാണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് അൻ യഅമല ലില്ലാഹി വലാ യൽതഫിതു ഇലാ ഷൈഇൻ ആഖർ. അതാണ് അതിലെ ഏറ്റവും ഉന്നതമായ പദവി. അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുക, വേറൊന്നും നമ്മുടെ വിഷയമാകരുത്. വേറൊന്നിലേക്കും നമ്മുടെ വിഷയമാകാതെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുക. അതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ, ഏറ്റവും പ്രയാസമുള്ള അവസ്ഥയും. വേറെ ഒരു ചിന്തയും വരരുത് ആ കാര്യം ചെയ്യുമ്പോൾ എന്നർത്ഥം. രണ്ടാമത്തേത് അൻ യഅമല ലില്ലാഹി വയൽതഫിതു ഇലാ അംറിൻ യജൂസുൽ ഇൽതിഫാതു ഇലൈഹി. അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, അതോടൊപ്പം അള്ളാഹു അനുവദിച്ച ചില കാര്യങ്ങളും കൂടി അതിന്റെ പിന്നിലുണ്ടാവുക. ഉദാഹരണം പറഞ്ഞു, റജുലുൻ സാമ മഅ നിയ്യത്തി സിയാമി ലില്ലാഹി അറാദ ഹിഫ്ള സിഹതി. ഒരാൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റു. നോമ്പ് നോൽക്കുമ്പോൾ അവൻ അള്ളാഹുവിന് വേണ്ടിയാണ് ഉറപ്പന്നെ. പക്ഷെ അവന്റെ മനസ്സിലൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്ത്? ആരോഗ്യം ശരിയാകാൻ വേണ്ടിയാണ് എന്നും കൂടി ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ അതെന്തല്ല, അനുവദനീയമായ ഒരു ഉദ്ദേശമാണ്, കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഒരാൾ ഹജ്ജ് ചെയ്യാൻ പോയി. ഹജ്ജ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ ഹജ്ജും കച്ചവടം കൂടി ഉണ്ട്. മനസ്സിലായില്ലേ? കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നു, കസദരിയാള, എക്സസൈസുമായി പള്ളിക്ക് പോകലുമായി എന്നൊരാൾ കരുതി. ഉദാഹരണം. അത് രണ്ടാമത്തെ അവസ്ഥയാണ്. കുഴപ്പമില്ല, വിരോധമുള്ള ഒരു സംഗതിയല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇതുകൊണ്ട് അമല് ബാത്തിലായി പോവില്ല, പക്ഷേ അജ്റ് കുറയും, കൂലി കുറയും. ആദ്യത്തിന്റെ അത്ര കൂലി കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നോമ്പ് നോറ്റാൽ തന്നെ നമ്മുടെ ശരീരം എന്താവും? ശരിയായി കിട്ടും. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ ഒരു നിയ്യത്തായി മനസ്സിലുണ്ടാകാതിരുന്നാൽ നമ്മുടെ കൂലി എന്താവില്ല? കുറയൂല. അല്ലെങ്കിൽ അമല് ബാത്തിലാവില്ല, പക്ഷേ കൂലി കുറഞ്ഞു പോകും. മൂന്നാമത്തേത് അൻ യൽതഫിത ഇലാ അംറിൻ ലാ യജൂസുൽ ഇൽതിഫാത്ത്. ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത, നിയ്യത്താകാൻ പാടില്ലാത്ത ഒരു കാര്യം നിയ്യത്തായി. നേരത്തെ പറഞ്ഞത് അനുവദനീയമായ കാര്യം നിയ്യത്താകണേ, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മളൊരു നോമ്പ് വെക്കുന്നു, അതിന്റെ കൂടെ നമുക്ക് റിയാओ സുംഅത്തോ അല്ലെങ്കിൽ ജനങ്ങൾ പ്രശംസിക്കണമെന്നോ ജനങ്ങൾ പറയണമെന്നോ ജനങ്ങൾ എന്നെ പുകഴ്ത്തണമെന്നോ ഒന്നും, ഒരു പ്രവർത്തനം ചെയ്യുന്നു, ഒരു നല്ല പ്രവർത്തനം, ഒരു ഇസ്ലാമിക പ്രവർത്തനം ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലെന്ത്? എന്നെ ആളുകൾ പുകഴ്ത്തണം എന്ന് വന്നാൽ അത് ഹറാമ, വരാൻ പാടില്ല. അങ്ങനെ ഒരു സംഗതി വരാൻ പാടില്ല. അത് പല നിലക്കും വരാം. ഒന്ന് ആ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ വരാം. അങ്ങനെ വന്നാൽ അത് തീരെ അബദ്ധമാണ്, വരാൻ പാടില്ല. രണ്ടാമത്തേത്, ആ പ്രവൃത്തി തുടങ്ങിയാൽ ഇങ്ങനെ വരാം. പ്രവൃത്തി തുടങ്ങുമ്പോൾ നല്ല നിയ്യത്തോടെ തുടങ്ങി, പക്ഷെ പിന്നെ ഇങ്ങനെ വരിക. അപ്പോൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കണം. വരാതിരിക്കാൻ നമ്മളെ മനസ്സുകൊണ്ട് നാം ശക്തമായി ജിഹാദ് ചെയ്യണം. അതാണ് വേണ്ടത്. അവസാനമായി, നാലാമതായി, ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുക, ദുനിയാവിന് വേണ്ടി മാത്രം ഒരു പ്രവർത്തനം, അതിനൊരിക്കലും കൂലി കിട്ടൂല. അപ്പൊ ഉദാഹരണമായി, ദുനിയാവിന് വേണ്ടി മാത്രം ഒരു പ്രവർത്തനം. ഒരാൾ ഹജ്ജിന് പോവുക, കച്ചവടത്തിന് വേണ്ടി മാത്രം. ഹജ്ജ് അയാൾ ലക്ഷ്യമല്ല, കച്ചവടത്തിന് വേണ്ടി മാത്രം ഒരാൾ ഹജ്ജിന് പോകും. ഉദാഹരണമാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ മനസ്സിനെ ചികിത്സിക്കേണ്ട, മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ പ്രവർത്തനമായ ഇഖ്ലാസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഖ്ലാസ്, വജ്ഹിന് പ്രീതി മാത്രം ലക്ഷ്യമാക്കി ആകാനുള്ളതായി അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. നാം ചെയ്ത പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന രൂപമോ രീതിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങൾക്കത്, ഞങ്ങൾ ചെയ്ത മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ അത് പുറത്ത് മാപ്പാക്കി തരുമാറാകണമേ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും തെറ്റുകളും, പ്രത്യേകിച്ച് രഹസ്യമായി ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നാഥ, ഒരിക്കലും അത്തരം തെറ്റിലേക്ക് തിരിച്ചു പോകാത്ത ശുദ്ധമായ, നിഷ്കളങ്കമായ, നിർമ്മലമായ മനസ്സിന്റെ ഉടമകളായി ഞങ്ങളെ നീ മാറ്റി തീർക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങൾ
നാടുകളിലുള്ള രോഗികൾക്കും കടം കൊണ്ടും സാമ്പത്തികമായും ശാരീരികമായും പ്രയാസമനുഭവിക്കുന്ന എല്ലാവർക്കും നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമർറഹീമായ നാഥ, അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദായി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും കൂടെ ഒരുമിച്ച് കൂടാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.